രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭാ ചേംബറിൽ സ്ഥാപിച്ച ചെങ്കോലുമായാണ് രാഷ്ട്രപതിയെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കൊണ്ടുവന്നത്. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. രാമക്ഷേത്രം, വനിതാ ബിൽ, മുത്തലാഖ് ബിൽ, ഭീകരതയ്ക്കെതിരായ നടപടികൾ തുടങ്ങിയ കേന്ദ്ര നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. लागू किया, जिसका इंतजार चारों दशकों से था। 370 हटाने को लेकर शंकाएं थी, आज वो इतिहास हो चुकी है। 3 तलाक के विरुद्ध कड़ा कानून बनाया है। ऐतिहासिक G20 सम्मेलन के सफलता ने पूरे विश्व में भारत की भूमिका को सशक्त किया। गुलामी के कालखंड में प्रेरित क्रिमिनल जस्टिस सिस्टम अब इतिहास हो गया है। तो GST के रूप में एक देश एक टैक्स कानून मिला है। मेरी सरकार का एक और बड़ा रिफॉर्म डिजिटल इंडिया का निर्माण है. പി ബസന്ത് വിവരങ്ങളുമായി ചേർന്നത്. ബസന്ത്, ഈ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് രാഷ്ട്രപതി പ്രസംഗത്തിൽ. നാളെ ബജറ്റാണ്. ബജറ്റിൽ ഇതിന്റെ തുടർച്ചയായി എന്തൊക്കെ പ്രതീക്ഷിക്കണം? രതീഷ്, ഇന്ന് രാഷ്ട്രപതി നടത്തിയ പ്രസംഗം ഒരുപക്ഷെ കഴിഞ്ഞ 10 കൊല്ലം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വശം അതിലുണ്ടായിരുന്നത് 3 തവണയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ കടന്നു വന്നത്. ഈ 3 തവണയും BJP അംഗങ്ങൾ വളരെ ഹർഷാരവത്തോടെയാണ് അത് സ്വീകരിച്ചതും എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം രാമൻ മടങ്ങിയെത്തി വീട്ടിൽ എന്നുള്ള തരത്തിലുള്ള ആ പരാമർശം കൂടി ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് തുല്യമായി വേണമെങ്കിൽ നമുക്ക് അത് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇന്ത്യയിലെ വിവിധ വികസന പദ്ധതികൾ രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. 80 കോടി പേർക്ക് ഭക്ഷ്യധാന്യ പദ്ധതി നൽകുന്ന പദ്ധതി എടുത്തു പറഞ്ഞു. കുടിവെള്ളം നൽകുന്ന പദ്ധതി എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ വൈദ്യുതി ഗ്രാമങ്ങളിൽ എത്തിക്കുന്ന പദ്ധതി, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്, MSME സെക്ടറിലെ വികസനം തുടങ്ങിയവ എല്ലാ വിഷയത്തിലേക്കും കടന്നു പോയിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി തങ്ങളുടെ പ്രസംഗം അവസാനിപ്പിച്ചത്. മാത്രമല്ല, നാരീശക്തിയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യം എന്ന് രാഷ്ട്രപതി പറഞ്ഞു. നാരീശക്തിയാണ് നാളെ നിർമ്മലാ സീതാരാമൻ ബജറ്റിലൂടെ അവതരിപ്പിക്കുക എന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കുകയും ചെയ്തു. ഇടക്കാല ബജറ്റാണ് വരുന്നത് എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി. സമ്പൂർണ്ണ ബജറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ സർക്കാർ അവതരിപ്പിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രിയ ബജറ്റായിരിക്കും വരുന്നത് എന്നുള്ള പ്രഖ്യാപനങ്ങൾ അതിലുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4 മാസത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ജനപ്രിയമായ ചില പ്രഖ്യാപനങ്ങൾ അതിലുണ്ടാവും. പ്രത്യേകിച്ചും ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഇടത്തരക്കാരെ കയ്യിലെടുക്കുന്നതിനുള്ള ചില പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ പണം നൽകുന്ന കൃഷിക്കാർക്ക് ഇപ്പോൾ 6000 രൂപ നൽകുന്ന അത് 12000 രൂപയാക്കി ഉയർത്തുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഏതായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനം എന്നുള്ള നിലയ്ക്ക്, മോദി സർക്കാരിൻ്റെ അവസാനത്തെ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പാർലമെന്റിലെ ഇരുസഭകളെ അഭിസംബോധന ചെയ്തു. ഡൽഹിയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്.